ചിലപ്പോൾ നിങ്ങൾ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും മിസ്ലീഡിംഗ് ആണ്. കാരണം തിലാപ്പിയുടെ സ്കിന്നൊക്കെ എടുത്തിട്ട് നേരെ മുറിവിൽ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല പല റീൽസും ഉണ്ട്. അത് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ നേരെ സ്കിൻ എടുത്ത് അവിടേക്ക് വെക്കുകയല്ല ചെയ്യേണ്ടത്. കണ്ടു കഴിയുമ്പോൾ തിലാപ്പിയുടെ സ്കിൻ അതുപോലെ ഇരിക്കുന്നത് പോലെ തോന്നും, പക്ഷെ അങ്ങനെയല്ല. നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന ഈ മീൻ വേസ്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് അത് ചേരുമ്പോൾ അതിന് എന്തെങ്കിലും ഇപ്പൊ അലർജിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമോ? ഡ്രഗ് ലോഡ് ചെയ്തിട്ട് എവിടെയാണോ ഇപ്പോൾ ബേൺ ഉള്ളത് എവിടെയാണോ അവിടെയൊക്കെ നമ്മൾക്ക് ഈ സാധനം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്രഗ് അവിടെ സ്ലോലി ഡ്രഗ് അതിലേക്ക് വൂണ്ടിലേക്ക് പോകും. ഇത് ഫിഷിൻ്റെ സ്കിന്നാണ്. ഫിഷിൻ്റെ സ്കിന്ന് നമ്മൾ ഇതുപോലെയുള്ള വൂണ്ട് ഹീലിംഗ് മാട്രിക്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമുക്ക് കാണാം. നമ്മൾ കണ്ടിട്ടുള്ള അതെ അതെ, വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫോമിൽ നമുക്ക് തരണം. ഇത് വലുതെന്നാണ്. ഇത് കാർപ്പിൻ്റെ. നമ്മുടെ സ്കിന്നുമായിട്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള ഘടകങ്ങൾ ഒഴിച്ച് നമ്മൾ വേറെ എന്ത് വെച്ച് കഴിഞ്ഞാലും സ്കിൻ അത് റിജക്റ്റ് ചെയ്യും. ഞാൻ മറക്കാതെ പറയാണ്, സ്കാർലെസ് വൂണ്ട്. അതായത് സ്കാർലെസ് വൂണ്ട് ഡ്രസ്സിങ് എന്ന് പറയും. നമ്മൾ ഒരു വൂണ്ട് വന്നു കഴിഞ്ഞാൽ അത് പാടുണ്ടാകും. ഇപ്പോൾ മുഖത്തൊക്കെ അല്ലെങ്കിൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെയാണ് ഇത് വന്നെന്നുള്ള പാണ്ട് വരിക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള, അതായത് സ്കിന്ന് ചുക്കിച്ചുളിഞ്ഞിങ്ങനെ ഇരിക്കുന്ന പോലെയൊക്കെ വരും. അപ്പം അവിടെയൊക്കെ നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് സ്കാർലെസ് വൂണ്ട് ഹീലിംഗ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മീനിന്റെ വേസ്റ്റ് നിന്ന് ഉണ്ടാക്കിയേക്കുന്ന ബയോമെഡിക്കൽ പ്രൊഡക്ട്സ്. എല്ലാ മീനിന്റെ സ്കിന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഈ ചെതുമ്പലാണ്. ഇതുപോലെ ആയിരിക്കില്ല നിങ്ങൾ മാർക്കറ്റിൽ ചെതുമ്പൽ ഇങ്ങനെ ആയിരിക്കില്ല കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെതുമ്പലാണ് ഈ സാധനം. ഞാനിപ്പോൾ ഈ പിടിച്ചിരിക്കുന്നതിൻ്റെ വില 3000 രൂപ. ഈ സ്കെയിൽ ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്. ഈ രീതിയിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് തന്നെ ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ നിന്നാണ്, ഈ പറഞ്ഞ സ്കെയിലിൽ നിന്നാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇത് കൊളാജൻ പെപ്റ്റൈഡാണ്. ഫ്രാക്ചർ വന്നു കഴിഞ്ഞാലും അത് വെറുതെ നമ്മളിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാലും അത് തന്നെ അത് ഹീൽ ചെയ്ത് പോകും. ഓക്കെ, പക്ഷെ നമ്മൾ ആ ക്രാക്കിന് ഒരിക്കലും ഒരു കറക്റ്റ് റൗണ്ടിലുള്ളതോ അല്ലെങ്കിൽ കറക്റ്റ് ലൈനിലുള്ളതോ ഒരു ക്രാക്ക് ആയിരിക്കില്ല. മാർക്കറ്റിൽ എങ്ങനെയാണോ വേസ്റ്റ് ഉണ്ടാവുക അത് നമുക്ക് ഊഹിക്കാമല്ലോ. ആ ഒരു ബൾക്കായിട്ടുള്ള, ഇപ്പോൾ ചെതുമ്പൽ എന്ന് നമ്മൾ പറഞ്ഞാലും ചെതുമ്പലിൻ്റെ രൂപത്തിലൊന്നും ആയിരിക്കില്ല, ചെതുമ്പൽ മാത്രമായിട്ടായിരിക്കില്ല. സ്കിന്നെന്ന് ഞാൻ പറയും, സ്കിൻ മാത്രം ഉണ്ടാവില്ല. ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോൺ മാത്രം. ഇതെല്ലാം കൂടെ മിക്സ്ഡപ്പ് ആക്കിയിട്ടുള്ള ഒരു വേസ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അത്രയും ഡിമാൻഡുള്ളതും അത്രയും എന്താ പറയുക പൊട്ടൻഷ്യലും ആപ്ലിക്കേഷൻസും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനത്തിന് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിന് ഓൺട്രപ്രീനേഴ്സ് ഇല്ല എന്നുള്ള വലിയൊരു ഗ്യാപ്പാണ്. നമ്മളൊരു പുതിയൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് CFTയിൽ എപ്പോഴും ആൾക്കാർ വരും. പുതിയതൊന്നും പോകേണ്ട കാര്യമില്ല സത്യത്തിൽ. നമ്മൾ മലയാളികൾക്ക് മീനില്ലാതെ എന്തുകൊണ്ടല്ലേ? എന്നാൽ മീൻ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ കളയുന്ന ആ വേസ്റ്റ് ഇല്ലേ, അതിന് കോടികളിൽ മൂല്യമുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിന്ന് കൊച്ചിയിലുള്ള CIFTയിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് അറിഞ്ഞാലോ? നമസ്കാരം. നമ്മൾ ഇവിടെ മീനിന്റെ വേസ്റ്റിൽ നിന്ന് ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാന്ന് അറിഞ്ഞിട്ടാണ് വന്നത്. അപ്പം അതിനു മുമ്പ് മാം ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് ഡോക്ടർ ബിൻസി PK. ഞാനിവിടെ സീനിയർ സയൻറ്റിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ICR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് എന്നതാണ് ഇതിൻ്റെ കൺട്രോളിംഗ് ആയിട്ടുള്ള കൗൺസിൽ ആയിട്ട് വരുന്നത്. ഞാനിവിടെ കഴിഞ്ഞ 17 വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യാൻ 2009 ഞാനിവിടെ ജോയിൻ ചെയ്തിരുന്നു. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ എൻ്റർ ചെയ്യുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോസസ്സിംഗ് ആണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഒരു റിട്ടോട്ടിംഗ് യൂണിറ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രോസസ്സിങ്ങിലും വേസ്റ്റ് മാനേജ്മെൻറ്റിലും എല്ലാം കോമൺ ആയിട്ട് നമ്മൾക്ക് സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ടും പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഈ റിട്ടോട്ട് എന്ന് പറയുന്ന മെഷീൻ. പ്രോസസ്സിങ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇതിൽ നമ്മൾ ഹൈ പ്രഷറിൽ ഹൈ ടെമ്പറേച്ചറിലും നമ്മളിതിൽ സ്റ്റീം കടത്തി വിടും. അപ്പോൾ അതിനുള്ളിൽ നമ്മൾ എന്താണോ നമ്മൾ വെച്ചിട്ടുള്ളത്, സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത്, ആ സംഭവം അത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ എത്ര വർഷം വേണമെങ്കിലും, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മാർക്കറ്റിലൊക്കെ റൂം ടെമ്പറേച്ചറിൽ 2 വർഷം വരെയൊക്കെ നമുക്ക് സൂക്ഷിക്കാവുന്ന കറികൾ അതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതൊന്നും പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്തിട്ടില്ല. നോ പ്രിസർവേറ്റീവ്സ് എന്ന് പറയുമ്പോഴും നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കണമെന്നില്ല. എങ്ങനെ 2 വർഷം വരെ പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യാതെ ഉപയോഗിക്കും? അതെല്ലാം ഇതുപോലെയുള്ള മെഷീനിൽ വെച്ചിട്ട് ചെയ്ത് അത് 2 വർഷം കൂടുതലും നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ നമ്മൾ സാധാരണ 2 വർഷം കാലാവധിയായിട്ട് കൊടുക്കും. ഇത് മൈക്രോവേവ് ഡ്രയറാണ്. മൈക്രോവേവ് പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
പിന്നെ ഇവിടെ ഈ കാണുന്ന മെഷീനറി എന്ന് പറഞ്ഞാൽ CIFT തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഡ്രയറാണ്. അപ്പോൾ ഇതിൽ ഡ്രൈയിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ഡ്രൈ ചെയ്യാം, ഫിഷ് ഫ്രൈ ചെയ്യാം, ഈവൻ വെജിറ്റബിൾസും എന്ത് വേണമെങ്കിലും. നമ്മൾ വേസ്റ്റ് അടക്കം ചിലപ്പോൾ നമുക്ക് ഡ്രൈയിങ് ആവശ്യം വരും, സ്റ്റെപ്പ് ആവശ്യം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഡ്രയേഴ്സ് നമ്മൾ CIFT തന്നെ ഡിസൈൻ ചെയ്യും. ഓരോന്നിനും വേണ്ടിയിട്ടുള്ള ഡിസൈൻ ചെയ്യും. ഇവിടെ തന്നെ അതിന് എഞ്ചിനീയറിംഗ് ഡിവിഷൻ ഉണ്ട്, ഞങ്ങൾക്കൊരു വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പം അവിടെയാണ് ഇതെല്ലാം ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യണം. ഇതൊക്കെ ധാരാളം നമ്മൾ വെച്ചാൽ എൻട്രപ്രീനേഴ്സിന് ഓൾറെഡി നമ്മൾ ഇത് കൊടുത്തു കഴിഞ്ഞു. ആൾക്കാർ ഇവിടെ വന്ന് ഡിസൈൻ എടുത്ത് ഇതിൻ്റെ ബേസിസിൽ തന്നെ ഡിസൈൻ ചെയ്ത്, മീൻസ് ഈ ഡിസൈൻ എടുത്ത് ഇതുപോലുള്ള ഡ്രയർ മാനുഫാക്ചർ ചെയ്യുന്ന യൂണിറ്റുകളുണ്ട്. അപ്പം പിന്നെ ഇതെന്ന് സ്പ്രേ ഡ്രയർ വളരെ കോമൺ ആയിട്ട് നമ്മുടെ ഫുഡ് ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്നതാണ്. നമ്മൾക്കും ആവശ്യമാണ്, വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ആവശ്യമായിട്ട് വരുന്ന ഒരു സാധനമാണ്. ഇത് കൊളാജനൊക്കെ നമ്മൾ ഡ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട നമ്മളിപ്പോൾ ഒരു ഓൺട്രപ്രീനർഷിപ്പ്, ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു ഓൺട്രപ്രീനർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഡ്രയർ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷീനറിയാണ്. ഈ പറയുന്ന സ്പ്രേ ഡ്രയർ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ തെർമൽ പ്രോസസ്സിങ്ങിൻ്റെ എൻഡിൽ നമ്മൾക്ക് ആവശ്യം വരുന്ന ഒരു മെഷീനറിയാണ് തെർമൽ പ്രോസസ്സിങ്. ഇതിപ്പോൾ ഇവിടെ തന്നെ ഒരു വർക്ക് ഞാനിപ്പോൾ പറയാൻ പോകുന്ന ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നത്, അതായത് നമ്മുടെ മീനിൻ്റെയൊക്കെ എല്ലിലും ചെതുമ്പലിലും ഒക്കെ കാണുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിന് വളരെ പ്രധാനമായിട്ടും ഇതിൻ്റെ ടെമ്പറേച്ചർ എന്താ പറഞ്ഞാൽ നമ്മുടെ ബോണിലും ഫിഷിൻ്റെ ബോണിലും ഒരേ സാധനമാണ് ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ്. പക്ഷേ രണ്ടിൻ്റെയും ഘടനയിൽ ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അപ്പം ഫിഷിൻ്റെ കെമിക്കലി സെയിം ആണെങ്കിൽ കൂടി നമ്മുടെ ബോണിൻ്റെ ആ ഘടനയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ നടുക്ക് കുറച്ചധികം പ്രോസസ്സ് ഉണ്ട്. അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു മെഷീനറിയാണിത്. അതിൽ ടെമ്പറേച്ചറും ടൈമും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇതാണ്. അപ്പം നമ്മളത് CIFTയുടെ ഒരു ടെക്നോളജി ഉണ്ട്. സ്കെയിലിൽ നിന്നും ബോണിൽ നിന്നും ഒക്കെ ഈ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന സാധനം എടുക്കാനുള്ള ഒരു മെഷീനറി. അതിൻ്റെ ഒരു സിൻറ്ററിങ് യൂണിറ്റാണ്. നമുക്ക് സാധാരണ സിൻറ്ററിങ് യൂണിറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചറും പ്രഷറും എല്ലാം വളരെ കൺട്രോൾഡ് ആയിട്ട് ആ ടെമ്പറേച്ചർ റാമ്പ് അനുസരിച്ച് പോകുന്ന ഒരു ഇത് ഇപ്പോൾ തന്നെ കാണാം. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഫേസ് കഴിഞ്ഞു, സെക്കൻഡ് ഫേസിലേക്ക് ഇതിങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോന്നിനും ഓരോ പ്രൊഡക്റ്റിനും ഓരോ സമയം, ഓരോ പ്രൊഡക്റ്റിനും ഇപ്പോൾ നമ്മൾ ഈവൻ പല്ലിന് വേണ്ട ഹൈഡ്രോക്സി അപ്പറ്റൈറ്റിൻ്റെ ഗ്രേഡ് അല്ല നമ്മുടെ എല്ലിൽ നമ്മൾ വെക്കുമ്പോൾ, അത് പല തന്നെ സോഫ്റ്റ് ബോണിന് വേണ്ട ഗ്രേഡ് അല്ല ഹാർഡ് ബോണിന് വരുമ്പോൾ. അപ്പം പല ഇതിനും പല ഗ്രേഡാണ് ഹൈഡ്രോക്സി. ബയോമെഡിക്കലിലാകുമ്പോൾ വളരെ പ്രിസൈസ് ആയിട്ടുള്ള, നമുക്ക് ജനറൽ ആയിട്ടുള്ള നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല, വളരെ പ്രിസൈസ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ് വരും. അപ്പോൾ അതിനനുസരിച്ച് ഉണ്ടാക്കുന്ന ഇതൊരു ചെറിയ രീതിയിൽ, ഇത് വലിയ മോഡലല്ല, അത് ചെറിയ രീതിയിൽ ഞങ്ങൾ ഒരു 25 kg വരെ ഞങ്ങൾ ഇതിലുണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. അപ്പം അത്രയും വട്ടം അവർക്ക് ട്രെയിനിങ് നടത്താൻ പറ്റും. എന്നിട്ട് അതിൻ്റെ സാമ്പിൾ നമ്മൾ കൊടുക്കും. ഈ 25 kgയും അവർക്ക് എടുക്കാം. എന്നിട്ട് അവർ സാമ്പിൾ ഇപ്പം ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലൊക്കെ അവർക്ക് കൊടുക്കേണ്ടി വരും, സാമ്പിൾ സപ്ലൈ ചെയ്യേണ്ടി വരും. എന്നിട്ട് അതിന് ശേഷം മാത്രമാണ് അവരൊരു ബിസിനസ്സായിട്ട്, അവരുടെ സ്വന്തമായ ബിസിനസ്സായിട്ട് തുടങ്ങും. അതുവരെ അവർ CIFT തന്നെ എല്ലാവർക്കും അവർ CIFT തന്നെ ചെയ്യും. അങ്ങനെ ആൾക്കാർക്ക് വന്ന് ഉണ്ട്. അങ്ങനെ ഇതൊരാളുടെ ഇത് റൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ പ്രസന്റ്ലി നമ്മൾ ഒരു പാർട്ടി നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നതാണ്. അവർ ബേസിക്കലി എന്താ ചെയ്യുന്നത്, എന്ത് പ്രൊഡക്റ്റാണ് ചെയ്യുന്നത്? ഇത് വെച്ചിട്ട് ബോൺ ഗ്രാഫ്റ്റുകൾ ഉണ്ടാക്കാം. ഇത് ആസച്ച് പൗഡറായിട്ട് യൂസ് ചെയ്യാം. ഇതിൻ്റെ കുറേ ഡിസ്കുകൾ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബോണിൽ ഒരു ക്രാക്ക് വന്നു എന്ന് വിചാരിക്കാം. നമ്മൾ നോർമലി അത് വെച്ച് കഴിഞ്ഞാലും കുറേ കാലം കഴിയുമ്പോൾ ഫ്രാക്ചർ വന്നു കഴിഞ്ഞാലും അത് വെറുതെ നമ്മളിങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാലും അത് തന്നെ അത് ഹീൽ ചെയ്ത് പോകും. ഓക്കെ, പക്ഷെ നമ്മൾ ആ ക്രാക്കിന് ഒരിക്കലും ഒരു കറക്റ്റ് റൗണ്ടിലുള്ളതോ അല്ലെങ്കിൽ കറക്റ്റ് ലൈനിലുള്ള ഒരു ക്രാക്ക് ആയിരിക്കില്ല. അത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കിടക്കുന്ന ഒരു ക്രാക്ക് ആയിരിക്കും. അപ്പം നമുക്ക് കണ്ടിട്ടുണ്ട്, നമ്മൾ ആ കയ്യിൽ വെക്കുന്നതനുസരിച്ച് നമ്മളൊന്നും ചെയ്യാതെ വരികയാണെങ്കിൽ ചിലപ്പോൾ ഒരു മുകളിലേക്കൊരു പ്രൊജക്ഷൻസ് ഒക്കെ പോലെ അത് കറക്റ്റായിട്ട് അത് ഹീൽ ചെയ്യാതെ വരും. അപ്പോൾ അതിനാണ് ഈ ഗൈഡഡ് ടിഷ്യൂ റീജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാഫ്റ്റിൻ്റെ ആ കറക്റ്റായിട്ടുള്ള ഡിഫക്റ്റിൻ്റെ നമ്മൾ ഇമേജ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഈ ഡിഫക്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പിലാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു ഷേപ്പിൽ നമ്മൾക്ക് ഇതിൽ ഗ്രാഫ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതൊരു 3D പ്രിൻറ്റിങ് വഴി നമ്മളൊരു ഗ്രാഫ്റ്റ് ഉണ്ടാക്കി ആ കറക്റ്റ് ഡിഫക്റ്റിൻ്റെ സൈറ്റിൽ അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് സാധാരണഗതിയിൽ ഒരു 3 മാസം ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ വെച്ച സാധനം, അതായത് ഇപ്പോൾ ഫിഷിൻ്റെ സ്കെയിൽ വെച്ചിട്ടുണ്ടാക്കിയ ഗ്രാഫ്റ്റാണെന്ന് വിചാരിക്കുക, ആ ഗ്രാഫ്റ്റ് അവിടെ അലിഞ്ഞില്ലാതാവുകയും അതിൻ്റെ ഉള്ളിൽ നോർമലായിട്ടുള്ള നമ്മുടെ ബോൺ അതിൽ വളരണം. നമ്മൾ വെക്കുന്ന ഗ്രാഫ്റ്റ് അല്ല അവിടെ ത്രൂ ഔട്ട് നിൽക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് അലിഞ്ഞു പോയതിന് ശേഷം അതിൻ്റെ ഉള്ളിലൂടെ നമ്മുടെ നോർമലായിട്ടുള്ള ബോൺ വളരണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഓരോന്നിനും ഓരോ സ്പെസിഫിക്, അതിനുള്ള ആ പോർ സൈസൊക്കെ അതിന് കറക്റ്റ് ആവണം. അതിൻ്റെ ഉള്ളിലൂടെ സെല്ല് ഇൻഫിൽട്രേറ്റ് ചെയ്ത് ഒരു ബോൺ ആവാനുള്ള ഒരു പരിതസ്ഥിതിയിലുള്ള ഗ്രാഫ്റ്റേ നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ.
അപ്പം അതിനൊക്കെ ചെയ്യുന്ന ഒരു മെയിനായിട്ടുള്ളൊരു പങ്ക് വഹിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിൻ്റെ മുൻപ് കുറേ പ്രോസസ്സുകൾ, അതായത് ഒരു ടെക്നോളജി പാക്കേജ് ആയിട്ടാണ് നമ്മൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. കുറച്ചും കൂടെ സ്റ്റെപ്പുകളുണ്ട്. ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റെപ്പായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ കൺസിഡർ ചെയ്യാം. അപ്പം നമ്മുടെ മനുഷ്യൻ്റെ സ്കിന്ന് കുറച്ചും കൂടി ഇതല്ലേ, അപ്പം മീനിൻ്റെ സ്കിന്നിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക്? അതാണ് ആക്ച്വലി നേച്ചറിലുള്ള കൊളാജൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. മനുഷ്യൻ്റെ സ്കിന്നാണെങ്കിലും അത് മീനിൻ്റെ സ്കിന്നാണെങ്കിലും ഡോഗിൻ്റെ സ്കിന്നാണെങ്കിലും കാഫിൻ്റെ ഏതിലാണെങ്കിലും സെയിം കൊളാജനാണ്. കൊളാജൻ പല ടൈപ്പ് ഉണ്ട്. 1 to 28 28 ടൈപ്പ് കൊളാജൻ ഉണ്ട്. അപ്പം അതിൽ തന്നെ ടൈപ്പ് 1 ആൻഡ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 ഈ 3 കൊളാജനാണ് ഏറ്റവും പ്രധാനം. സ്കിന്നിൽ കാണുന്നതാണ് ടൈപ്പ് 1. ഈ ടൈപ്പ് 1 തന്നെയാണ് ഫിഷിൻ്റെ സ്കിന്നിനാണെങ്കിലും മനുഷ്യൻ്റെ സ്കിന്നിനാണെങ്കിലും സെയിം കൊളാജൻ തന്നെയാണ്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനമായി നോക്കേണ്ടത് ഇതിനകത്ത് കുറച്ച് വ്യത്യാസം. ഇപ്പോൾ ഫിഷിൻ്റെ സ്കിൻ നമ്മൾ പിടിച്ചു വലിക്കുന്ന പോലെയല്ല നമ്മുടെ സ്കിൻ പിടിച്ചു. ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇതിനെ മാറ്റിയെടുക്കും. ആ ഒരു പ്രോസസ്സാണ് ഞങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട്. അത് വന്നു കഴിയുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ സ്കിൻ, ഈവൻ ആർട്ടിഫിഷ്യൽ സ്കിൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബേണൊക്കെ വന്നു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾക്ക് നമ്മുടെ സ്കിൻ പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ പോലെ ഇരിക്കും. അപ്പോൾ അതിലേക്ക് നമ്മുടെ സ്കിന്നിലുള്ളത് എന്താ, മെലാനിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കളർ തരുന്ന ഒരു ഷെയ്ഡ് തരുന്ന സാധനം മെലാനിൻ. ഈ മെലാനിൻ ചേർക്കും. പിന്നെ ഗ്രോത്ത് ഫാക്ടേഴ്സ്, നമ്മുടെ സ്കിന്നിൽ എന്തൊക്കെയുണ്ടോ ആ സാധനങ്ങളെല്ലാം ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഫൈനൽ നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ എങ്ങനെയാണ്, സ്ട്രക്ചർ എങ്ങനെയാണ് വരുന്നത്, അതേ രീതിയിലായിരിക്കും ഇങ്ങനെ ഒരു സ്കിൻ ഉണ്ടാകും. ആ ഒരു വർക്കുകളൊക്കെയാണ് നമ്മൾ ശരിക്കും അത്ഭുതം തോന്നുന്നത്. നമ്മുടെ മീനിന്റെ സ്കിന്നിൽ നിന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അത് എടുക്കാൻ പറ്റും. അപ്പം നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഈ മീൻ വേസ്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് അത് ചേരുമ്പം അതിന് എന്തെങ്കിലും ഇപ്പോൾ അലർജിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമോ? അവിടെയാണ് ആ പ്രോസസ്സ് നടുക്ക് വരുന്ന ആ പ്രോസസ്സിൻ്റെ ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ നിങ്ങൾ റീൽസൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ശരിക്കും മിസ്ലീഡിങ് ആണ്. കാരണം തിലാപ്പിയുടെ സ്കിന്നൊക്കെ എടുത്തിട്ട് നേരെ മുറിവിൽ വെക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പല റീൽസും ഉണ്ട്. അത് ശരിക്കും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ നേരെ സ്കിന്നെടുത്ത് അവിടേക്ക് വെക്കുകയല്ല ചെയ്യണത്. കണ്ടു കഴിയുമ്പോൾ തിലാപ്പിയുടെ സ്കിൻ അതുപോലെ ഇരിക്കുന്നത് പോലെ തോന്നും. പക്ഷെ അങ്ങനെയല്ല. ഇതിൻ്റെ ഉള്ളിൽ കുറേ പ്രോസസ്സ് ഉണ്ട്. ഇതിൻ്റെ ഇപ്പോൾ അലർജനിക്കായിട്ട് നമുക്ക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കാവുന്ന കുറേ സാധനങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതെല്ലാം നമ്മൾ എടുത്ത് മാറ്റണം. നമ്മുടെ സ്കിന്നുമായിട്ട് ഐഡൻറ്റിക്കലായിട്ടുള്ള ഘടകങ്ങൾ ഒഴിച്ച് നമ്മൾ വേറെ എന്ത് വെച്ച് കഴിഞ്ഞാലും സ്കിൻ അത് റിജക്റ്റ് ചെയ്യും, നമ്മുടെ ബോഡി അത് റിജക്റ്റ് ചെയ്യും. ഓക്കെ, സോ അതിലേക്ക് മാക്സിമം നമ്മൾ മാച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഈ ഫിഷിൻ്റെ സ്കിന്നിൽ എന്താണോ നമുക്ക് ആവശ്യമുള്ളത് അത് മാത്രം നമ്മൾ എടുക്കും. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഓരോന്നിട്ട് ഇപ്പം അതിൻ്റെ ഫാറ്റ്, ഫിഷിൻ്റെ സ്കിൻ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണ് അതിൻ്റെ ഫാറ്റ് നമ്മളെടുത്ത് കളയുക എന്നുള്ളത്. പക്ഷേ ആ ഫാറ്റ് നമ്മൾക്ക് ഇവിടെ ആവശ്യമില്ല. ഓക്കെ, നമുക്ക് അത്രയും ഫാറ്റ് നമ്മുടെ ബോഡി, അപ്പോൾ ആ ഫാറ്റ് നമുക്ക് വേണ്ട, ഫാറ്റ് എടുത്ത് കളയും. പിന്നെ അതിൻ്റെ ഉള്ളിൽ വേറെയും കുറേ നമുക്ക് വേണ്ടാത്ത ബോഡിക്ക് അലർജനിക് ആക്കിയിരിക്കുന്ന വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. ആ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ഇപ്പോൾ പ്രോട്ടീൻ തന്നെ പലതരം പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീൻ ഒന്നും വേണ്ട, പ്രോട്ടീൻ കയറിയാൽ അപ്പോൾ നമുക്ക് ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് വരും. അപ്പോൾ അതെല്ലാം നമ്മൾ എടുത്ത് കളഞ്ഞ് നമ്മൾക്ക് വേണ്ട ആ ഒരു സ്കിന്നിൻ്റെ ആ ഒരു സ്ട്രക്ചർ മാത്രം റീറ്റെയിൻ ചെയ്ത് അതിലേക്ക് ഡ്രഗ് ലോഡ് ചെയ്യും. അപ്പോൾ നമ്മൾ വെച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ഇത് വരരുത്, മൈക്രോബിയൽ അറ്റാക്ക് വരാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഡ്രഗ് ലോഡ് ചെയ്ത് ഗ്രോത്ത് ഫാക്ടേഴ്സ് എല്ലാം ലോഡ് ചെയ്ത് നമ്മുടെ സ്കിൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് അത് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ നടുക്ക് കുറേ പ്രോസസ്സസ് വേണം. അവിടെയാണ് നമ്മൾ ബേസിക്കലി CIFT അതിൻ്റെ മോഡലാണ് കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ മീനിൻ്റെ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയേക്കുന്ന ബയോമെഡിക്കൽ പ്രൊഡക്ട്സ്. അപ്പം ഇത് എന്തൊക്കെയാണെന്നൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നമ്മൾ പറഞ്ഞു തുടങ്ങിയതിന് ചെതുമ്പലിൽ നിന്നാണ്. അപ്പോൾ ഇത് ഈ ചെതുമ്പലാണ്. ഇതുപോലെ ആയിരിക്കില്ല നിങ്ങൾ മാർക്കറ്റിൽ ചെതുമ്പൽ ഇങ്ങനെ ആയിരിക്കില്ല കാണുന്നുണ്ട്. അപ്പോൾ ഇതാണ് സിമ്പിളായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചെതുമ്പലാണ് ഈ സാധനം. കണ്ടില്ലേ? ഇതിങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും. അത് നമ്മളൊരു പ്രോസസ്സ് നമ്മൾ അവർക്ക് കൊടുക്കും. നിങ്ങൾ ഇതുപോലെ വാഷ് ചെയ്ത്, ഇതിൽ സോൾട്ട് വാഷ് എല്ലാം വരും. അപ്പോൾ ഇതുപോലെ വാഷ് ചെയ്ത് ഈ സാധനത്തിനെ ഡ്രൈ ചെയ്ത് ഇതുപോലെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നമുക്ക് കാണാം. നമ്മൾ കണ്ടിട്ടുള്ള ചെതുമ്പലൊന്നും അതെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഫോമിൽ നമുക്ക് തരണം. ഇത് വലുതെന്നാണ്. ഇത് കാർപ്പിൻ്റെ, അതായത് കട്ട്ളാരോഹു മൃഗാൾ എന്ന് പറയുന്ന ആ ഒരു വർഗ്ഗത്തിൽപ്പെട്ട കാർപ്പ് എന്ന് പറഞ്ഞ മത്സ്യങ്ങളിൽ നിന്നാണ്. ഇതിലാണ് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇത് നമ്മൾ 4 ടൺ വരെയാണ് ഒരു ദിവസം ഈ ഫിഷ് സ്കെയിൽ ഒരു ക്ലയൻറ്റ് നമ്മളത് ഹാൻഡിൽ ചെയ്യണത്, പ്രോസസ്സ് ചെയ്തിട്ട് കൊളാജൻ ആക്കിയിട്ട് മാറ്റുന്നത്. ഈ 4 ടണ്ണ് ഒരു ദിവസത്തേക്ക് കിട്ടുന്ന സ്കെയില്, ഇത്രയും സ്കെയിൽ വേണമല്ലോ. ഇങ്ങനത്തെ സ്കെയിൽ നമ്മുടെ രാജ്യത്ത് അവൈലബിൾ ആണെന്നുള്ളതാണ്.
ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് ഇത് വേറൊരു ഇൻഡസ്ട്രിയാണ്. അതായത് ഈ സ്കെയിൽ ഇങ്ങനെ ആക്കി കൊണ്ടുവരുന്നത് ഒരു ഇൻഡസ്ട്രിയാണ്. ഈ രീതിയിൽ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് തന്നെ ഒരു ഇൻഡസ്ട്രിയാണ്. അതിൽ നിന്നാണ്, ഈ പറഞ്ഞ സ്കെയിലിൽ നിന്നാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള ഇത് കൊളാജൻ പെപ്റ്റൈഡാണ്. ഈ പൗഡർ, വൈറ്റ് പൗഡർ, ഇത് ഈ സ്കെയിലിൽ നിന്നും ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ്. ഇതെന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ പാർട്ടാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മിനറൽ പാർട്ടാണ്. ഈ സ്കെയിൽ ഉണ്ടാക്കിയിരിക്കുന്ന പ്രധാനമായിട്ടും ആ പ്രോട്ടീനും ഈ മിനറലും വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ പ്രോട്ടീൻ പാർട്ട് എടുത്ത് മാറ്റി. ഇതാണ് കൊളാജൻ സപ്ലിമെൻ്റ് ആയിട്ടും കൊളാജൻ പോലെയുള്ള സ്കാഫോൾഡ് ഉണ്ട്. അത് നമ്മുടെ വൂണ്ട് ഹീലിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട്, ബോൺ റീജനറേഷൻ, ഇതിനൊക്കെ വേണ്ടിയിട്ട് ബയോമെഡിക്കലിൽ യൂസ് ചെയ്യുന്ന കൊളാജനാണത്. അതിൻ്റെ ടെക്നോളജി നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ്. CFT സ്റ്റാൻഡേർഡ് ഇവിടെ തന്നെ. ഈ സ്കെയിലിൽ നിന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണിത്. ഇവിടെ തന്നെ ഡ്രൈ ചെയ്തെടുത്തിട്ടുള്ള സാധനമാണിത്. ഇതെന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സി എപ്പറ്റൈറ്റ്. ഇപ്പോൾ നമ്മൾ ബോൺ ഗ്രാഫ്റ്റിൽ ഒക്കെ വെക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇതേ ഹൈഡ്രോക്സി എപ്പറ്റൈറ്റാണ് നമ്മുടെ പല്ലിൻ്റെ ഇനാമൽ 90% ഈ ഹൈഡ്രോക്സി എപ്പറ്റൈറ്റ് വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ്. ഈ മീനിന്റെ ചെതുമ്പല് കൊണ്ട് സെയിം സാധനം. കെമിക്കലി രണ്ടും ഒന്ന് തന്നെയാണ്. പക്ഷെ അതിൻ്റെ ക്രിസ്റ്റലിന് ഇതിലുണ്ടാകുന്ന ഘടനയിലായിരിക്കില്ല ഇത് നമ്മുടെ പല്ലിൻ്റെ ഇനാമലിലുണ്ടാവുക. ഇനി പല്ലിൻ്റെ ഡെൻറ്റൈൻ എടുക്കുകയാണെങ്കിൽ, അതിൻ്റെ ഉള്ളിലത്തെ പാർട്ട് എടുക്കുകയാണെങ്കിൽ, അത് 70% ഈ പറഞ്ഞ സാധനം വെച്ചിട്ടാണ്. സോ നമ്മുടെ പല്ലിനാണെങ്കിലും നമ്മുടെ എല്ലാണെങ്കിലും, ഒരു കാഫിൻ്റെ എല്ലാണ്, ഏതാണെങ്കിലും, ഡോഗിൻ്റെ ആവട്ടെ, എന്തിൻ്റെ ആവട്ടെ, ബേർഡ്സിൻ്റെ ആവട്ടെ, ഇതിൻ്റെ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നതും നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്നതും ഒരേ ഹൈഡ്രോക്സി എപ്പറ്റൈറ്റ് വെച്ചിട്ട് ചെറിയ ചെറിയ ഘടനാപരമായിട്ടുള്ള ചില വ്യത്യാസങ്ങളുണ്ടാവും. അതല്ലാതെ സാധനം രണ്ടും ഒന്ന് തന്നെയാണ്. ഇതേ കൊളാജൻ തന്നെയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പം ആ സാധനമാണ് നമ്മൾ ഇതിങ്ങനെ ആക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുള്ളത്. ഇതിനാണ് ഞാൻ പറഞ്ഞത് 1 ഗ്രാമിന് 1000 രൂപയോളം വരും. അതുപോലെ ഇതിനും വരും. ബയോമെഡിക്കൽ ഗ്രേഡിലേക്ക് പോകുമ്പോൾ ഇതിനും വരും. 1 ഗ്രാമിന് ഏകദേശം 1000 രൂപയോളം വരും. നേരത്തെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഈ ഫിഷിൻ്റെ സ്കിന്നൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് വൂണ്ട് ഹീലിംഗ് ചെയ്യാൻ പറ്റുക. ഇത് ഫിഷിൻ്റെ സ്കിന്നാണ്. ഫിഷിൻ്റെ സ്കിന്ന് നമ്മൾ ഇതുപോലെയുള്ള വൂണ്ട് ഹീലിംഗ് മാട്രിക്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുള്ളത്. ഇത് വ്യത്യാസമുണ്ടല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞ റീലുകളിലൊക്കെ കാണുന്ന ഫിഷിൻ്റെ സ്കിന്നാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനെ സ്ട്രക്ചറിൽ നമ്മൾ കുറേ വ്യത്യാസം വരുത്തിയതിന് ശേഷം ഫൈനലി ആക്കി വരുന്ന ഒരു സാധനം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് ഒരു സ്റ്റെപ്പും കൂടെ കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ മുകളിൽ നമുക്ക് ഡ്രഗ് ലോഡ് ചെയ്യാൻ പറ്റും. ഡ്രഗ് ലോഡ് ചെയ്തിട്ട് എവിടെയാണോ ഇപ്പോൾ ബേൺ ഉള്ളത് എവിടെയാണോ അവിടെയൊക്കെ നമുക്ക് ഈ സാധനം വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഡ്രഗ് അവിടെ സ്ലോലി അതിലേക്ക് വൂണ്ടിലേക്ക് പോകും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻഫെക്ഷൻ വരില്ല. അവിടെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരാതെ അത് സൂക്ഷിക്കുകയും ചെയ്യും. സ്ലോലി ഈ മെറ്റീരിയൽ, കാരണം നമ്മുടെ സ്കിന്നിലും കൊളാജൻ തന്നെയാണ്, ഇത് ആ സ്കിന്നിലേക്ക് അലിഞ്ഞു ചേരും. അപ്പം ബേൺ കെയറിൽ വരുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ട് റീഡ്രസ്സിങ് ആണ്. അത് ഒരു വട്ടം ഡ്രസ്സ് ചെയ്ത് അതെടുത്ത് മാറ്റുമ്പോൾ വീണ്ടും അവിടെ വൂണ്ട് വരും, വീണ്ടും നമ്മൾ നോർമലി ഫില്ല് ചെയ്യണം. അപ്പം അതെന്ന് പറഞ്ഞാൽ ഭയങ്കര പെയിൻഫുള്ളാണ്. പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം വളരെ പെയിൻഫുള്ളായിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇതുപോലെയുള്ള സെൽഫായിട്ട് നമ്മുടെ ബോഡി തന്നെ അബ്സോർബ് ചെയ്യുന്ന ബോഡിയുടെ കൊളാജൻ സിമിലറായിട്ടുള്ള ടൈപ്പ് 1 ബോഡിയുടെ സ്കിന്നിൻ്റെ കൊളാജന് സിമിലറായിട്ടുള്ള കൊളാജൻ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് ബോഡിയിലേക്ക് തന്നെ അബ്സോർബായിട്ട് നമുക്ക് റീഡ്രസ് ചെയ്യേണ്ട. നെക്സ്റ്റ് വേറൊരു കുറച്ച് കഴിയുമ്പോൾ, മേ ബി ഒരാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത ലെയറും കൂടെ വെക്കുക. അപ്പോൾ അത് വൂണ്ട് കറക്റ്റായിട്ട് ഹീല് ചെയ്യുന്നത് വരെ നമ്മൾക്ക് ഇതിൻ്റെ പാച്ചസ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിൽ വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത് ഞാൻ മറക്കാതെ പറയുകയാണ്, സ്കാർലെസ് വൂണ്ട്. അതായത് സ്കാർലെസ് വൂണ്ട് ഡ്രസ്സിങ് എന്ന് പറയും. നമ്മൾ ഒരു വൂണ്ട് വന്നു കഴിഞ്ഞാൽ അത് പാടുണ്ടാക്കും. ഇപ്പോൾ മുഖത്തൊക്കെ അല്ലെങ്കിൽ കാണുന്ന ഭാഗങ്ങളിലൊക്കെയാണ് ഇത് വന്നെന്നുള്ള പാണ്ട് വരിക എന്നുള്ളത് ഒരു വലിയ ബുദ്ധിമുട്ടുള്ള, അതായത് സ്കിന്ന് ചുക്കിച്ചുളിഞ്ഞിങ്ങനെ ഇരിക്കുന്ന പോലെയൊക്കെ വരും. അപ്പം അവിടെയൊക്കെ നമുക്ക് ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സംഭവമാണ് സ്കാർലെസ് വൂണ്ട് ഹീലിംഗ്. ഏറ്റവും യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് ഇതുപോലെയുള്ളത്. ഇതിനെ പറയുന്ന പേര്, ടെക്നിക്കലി പറയുന്ന പേര് അസെല്ലുലാർ ഡെർമൽ മാട്രിക്സ്, ADM. അതിനകത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സെല്ലുകളും നമ്മൾ എടുത്ത് മാറ്റും. നമ്മുടെ ബോഡിയിൽ റിജക്ഷൻസ് ഉണ്ടാക്കാവുന്ന ഫോറിൻ ബോഡീസിനെ എല്ലാം നമ്മൾ എടുത്ത് മാറ്റും. എന്നിട്ട് നമ്മുടെ ഡെർമൽ മാട്രിക്സിന് സിമിലറായിട്ടുള്ള ഡെർമൽ മാട്രിക്സ് നമ്മളിവിടെ കൊണ്ടുവയ്ക്കും. അതിൽ നമുക്ക് ഗ്രോത്ത് ഫാക്ടേഴ്സ്, ഹ്യൂമൻ ഗ്രോത്ത് ഫാക്ടേഴ്സ് നമ്മളിൽ ലോഡ് ചെയ്യും. ഇതിപ്പോൾ ഏത് ഫിഷിൻ്റെ? ഇത് ഞാൻ ട്യൂണയിൽ നിന്നുണ്ടാക്കിയതാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ട്യൂണ എന്ന് പറയുമ്പോൾ അത്ര വലിയ മീനാണ്. 30 കിലോഗ്രാം 35 കിലോഗ്രാം ഒക്കെ വലിയ മീനിന് എത്ര വലിയ സ്കിന്നാണ് ഉണ്ടാവുക എന്ന് ആലോചിക്കുക. ഇതിൻ്റെ ഒരു ചെറിയ സ്കിന്നിൻ്റെ പോർഷനും ഇതുപോലെയുള്ളൊരു സാധനമാണ് നമ്മളിങ്ങനെ റോൾ പോലെ ആക്കി എടുത്തിട്ടുള്ളത്. ഓക്കെ,
ഇതാണ് ഒരു സൈസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു സൈസ് അത്രയും വലുതായിരിക്കില്ല, അതാ ഞാൻ പറഞ്ഞ ഒരു ചെറിയ സൈസ്. ഓക്കെ, ഈ സൈസ് ഇതൊരു 1.5 സെൻറ്റിമീറ്ററിൻ്റെ സൈസിലുള്ള ഇതാണ്. ഒരു സിംഗിൾ ആപ്ലിക്കേഷൻ വേണ്ടി നമ്മൾ ഗമ്മിൽ എന്തെങ്കിലും ഒരു ഗമ്മിൽ പലപ്പോഴും കാണാം ഗം റിസഷൻ വരും, അതായത് പല്ലിൽ നിന്ന് ഒരു വിടവ് വരും, ഗമ്മ് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കും, അല്ലെങ്കിൽ ഗമ്മ് താഴത്തേക്ക് ഇറങ്ങിപ്പോകും, മുകളിലേക്ക് കയറി നിൽക്കും. ഇങ്ങനത്തെയൊക്കെ സിറ്റുവേഷൻസിൽ അതേപോലെ മറ്റ് വൂണ്ട് ഹീലിംഗ് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെയുള്ള ചെറിയ ചെറിയ പാച്ചസ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുക. ഇതിൻ്റെ വില ഞാനിപ്പോൾ ഈ പിടിച്ചിരിക്കുന്നതിൻ്റെ വില 3000 രൂപ. ഇത് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള സാധനമാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾക്ക് വേണ്ടത് ലെസ് ദാൻ 1 ഗ്രാം, 1 ഗ്രാം വേണ്ട, 1 ഗ്രാമിലും കുറഞ്ഞ കൊളാജൻ മതി ഈ സാധനം. ഇതിനാണ് 3000 രൂപ. 3000 കുറഞ്ഞത് കേട്ടോ, 3000 പ്ലസ് നമുക്ക് കിട്ടും. ഇതിൻ്റെ ടെക്നോളജി മെറ്റീരിയൽ നമ്മുടെ കയ്യിലുണ്ട്, ട്യൂണ സ്കിൻ. എത്ര 3000 രൂപകൾ നമ്മൾക്ക് ആ ട്യൂണ സ്കിന്നിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റും? മെറ്റീരിയൽ നമുക്ക് ധാരാളം. ട്യൂണ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടം പോലെയുള്ള മെറ്റീരിയലാണ്. അതിൻ്റെ ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്. ഇതുണ്ടാക്കാനുള്ള മെഷീനറീസും ഇവിടെ അവൈലബിൾ ആണ്. സ്കീമുകൾ ധാരാളമുണ്ട്, എക്സ്പോർട്ട് ചെയ്യാനുള്ള സ്കീമുകളടക്കം നമ്മൾക്കുണ്ട്. ഒരേ ഒരു കാര്യം, നമ്മൾ കൂടുതൽ ഓൺട്രപ്രീനേഴ്സ് ഈ രംഗത്തേക്ക്, ബയോമെഡിക്കൽ രംഗത്തേക്ക് വരണം എന്നുള്ളതാണ്. ഇത് വലിയ പിന്നെ ട്യൂണ പോലെയുള്ള മീനുകളുടെ എല്ലിൻ്റെ പൗഡർ. അപ്പോൾ ഇത് ഈ കളർ വരാൻ കാരണം ഇതിൻ്റെ ഉള്ളിൽ മജ്ജയും കൂടി ഉണ്ടാവും. ഈ മജ്ജയും അതുപോലെ അതിൻ്റെ മുകളിൽ കുറേ പ്രോട്ടീനൊക്കെ ഉണ്ടാവും, മാംസമൊക്കെ പിടിച്ച് കിടന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മളത് ഉണക്കി കഴിഞ്ഞിട്ട് നമ്മളിത് പൊടിച്ച് ഫൈൻ പൗഡറായിട്ട് വന്നിട്ടുള്ള സാധനം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഡീമിനറലൈസ്ഡ് ബോൺ പൗഡർ എന്ന് പറയും. ഡീമിനറലൈസ്ഡ് ബോൺ, ഇതും കറക്റ്റായിട്ട് യൂസ് വരുന്നത് ബയോമെഡിക്കൽ ബോൺ ഗ്രാഫ്റ്റായിട്ടാണ്. ബോൺ ഗ്രാഫ്റ്റായിട്ട് ഈവൻ നമ്മൾക്ക് പല്ലിൽ ഈ ആപ്ലിക്കേഷന് വേണ്ടി ക്യാപ്പിങ്ങിന് ഒക്കെ ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് നമ്മൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ പല്ലിൻ്റെ റിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് ഈ സാധനം, ഇത് ജസ്റ്റ് ലൈക്ക് കൊളാജൻ പോലെ തന്നെയാണ്, പക്ഷേ ഇതിൽ കുറച്ചും കൂടെ വ്യത്യാസം വരും. ഇതിൻ്റെ ഉള്ളിൽ കുറേ ഗ്രോത്ത് ഫാക്ടേഴ്സും കൂടെ. കൊളാജൻ എന്ന് പറയുമ്പോൾ പ്യുവർ കൊളാജൻ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫാക്ടേഴ്സ്, ബോണിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സും കൂടി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റീറ്റെയിൻ ചെയ്യും. അങ്ങനെ ഒരു പ്രോസസ്സും നമുക്കുണ്ട്. ഇതേ സാധനം നിങ്ങൾ കാണുന്ന ഈ മഞ്ഞ കളറിലുള്ള സാധനമാണ് ഇതുപോലെയുള്ള വെള്ള പൗഡറാക്കിയിട്ട് മാറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ റിജക്ഷൻസ്, ബോഡിക്ക് റിജക്ഷൻസ് വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ കൂടുതലായിട്ടും മീനിൻ്റെയൊക്കെ സ്കിന്നിൽ നിന്നാണ് റിജക്ഷൻസ് വരാൻ സാധ്യതയുള്ളത്. സ്കിന്നിൽ നിന്ന് പറഞ്ഞാൽ നമ്മൾ ആ പ്രോസസ്സ് ഫോളോ ചെയ്യാതെ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ ധാരാളം സാധനം, അതൊന്നും നമ്മുടെ ബോഡിക്ക് നമുക്ക് ഫോറിൻ മാറ്ററായിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സിലൂടെ പോയി ഇത്രയും വൈറ്റ് ആക്കിയിട്ടുള്ള ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അത് നമ്മൾക്ക് അസെല്ലുലർ ഡെർമൽ മാട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതും അസെല്ലുലർ ഡെർമൽ മാട്രിക്സിന് പകരം ബോൺ മാട്രിക്സ് ആയിട്ട് യൂസ് ചെയ്യാം, സെയിം സാധനം. അപ്പോൾ എല്ലാ മീനിൻ്റെ സ്കിന്നും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? എല്ലാ മീനും ചെയ്യാം, പക്ഷെ നമുക്ക് കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള സ്കിന്നുകളെല്ലാം നമ്മൾ സ്കിൻ മാറ്റില്ലല്ലോ. ഇപ്പം ചാളയുടെ നമ്മൾ സ്കിൻ മാറ്റില്ല, അല്ലെങ്കിൽ നമ്മൾ സാധാരണ കാണുന്ന അയല, ഇതിൻ്റെ ഒന്നും നമ്മൾ സ്കിന്ന് മാറ്റില്ല. സ്കിന്ന് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള സ്കിന്നാകുമ്പോഴാണ് നമ്മൾ സ്കിന്ന് മാറ്റുന്നത്. അതിലാണ് കൊളാജൻ കൂടുതലായിട്ടുള്ളത്. ആ കട്ടിയുള്ളതിന് കാരണം അതിൽ കൊളാജൻ കൂടുതലുള്ളതുകൊണ്ടാണ്. അപ്പം അത് നമ്മൾ ചൂണ, അതേപോലെ നമ്മൾ ഓലക്കൊടിയൻ, ഇതുപോലെയൊക്കെയുള്ള മീനുകൾ സാധാരണ സ്കിന്ന് മാറ്റിയിട്ട് നമുക്കിവിടെ മാർക്കറ്റിൽ തന്നെ ധാരാളം അവൈലബിൾ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ചെറിയൊരു സ്ട്രിപ്പിനാണ് നമുക്ക് ഈ 3000 വരുന്നത്. അതുപോലെയുള്ള ഈ സ്കിന്നുകളെല്ലാം നമ്മൾക്ക് കൊളാജൻ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ അസെല്ലുലർ ഡെർമൽ മാട്രിക്സ് ഉണ്ടാക്കാനോ നമുക്ക് ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു അസ്റ്റാസാന്തിൻ എന്ന് പറഞ്ഞൊരു പ്രൊഡക്റ്റാണ്, ക്യാപ്സ്യൂളാണ്. ക്യാമറയിൽ ഇതൊരു ക്യാപ്സ്യൂളാണ്. ക്യാപ്സ്യൂൾ ഞാനിതിങ്ങനെ തുറന്ന് വെച്ചിട്ടുള്ളതാണ്. ഈ ക്യാപ്സ്യൂള് ഇത് ഇല്ലല്ലോ, ക്യാപ്സ്യൂളാണ്. അപ്പോൾ ഈ ക്യാപ്സ്യൂളിൻ്റെ ഉള്ളിൽ അസ്റ്റാസാന്തിനാണ് 4 mg ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ ബാക്കിയുള്ളത് വെർജിൻ കോക്കനട്ട് ഓയിൽ, നമുക്ക് എന്ത് വേണമെങ്കിലും, ഒലിവ് ഓയിൽ, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് 4 mg മാത്രം, 4 to 6 mg ആണ് നമ്മൾക്ക് വേണ്ടത്, നമ്മുടെ ഡെയിലി റിക്വയർമെൻറ്റ്. ഇതിൻ്റെ ഉള്ളിൽ ഈ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, അസ്റ്റാസാന്തിന് വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ആൻറ്റി ക്യാൻസർ ഏജൻറ്റാണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ആൻറ്റി ഓക്സിഡൻസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന് കുറേ സ്പെക്ട്രം ഓഫ് ആക്ടിവിറ്റീസ് വരും, ആപ്ലിക്കേഷൻസ് വരും, സ്ട്രെസ് റിലീവിങ്, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ഇത് വരും. അതിലേറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഇതാണ് ഈ അസ്റ്റാസാന്തിൻ. ഇതിനൊന്നും അധികം മാനുഫാക്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ്. ഇത്രയും ഡിമാൻഡുള്ളതും ഇത്രയും എന്താ പറയുക പൊട്ടൻഷ്യലും ആപ്ലിക്കേഷൻസും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനത്തിന് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതിന് ഓൺട്രപ്രീനേഴ്സ് ഇല്ല എന്നുള്ളത് വലിയൊരു ഗ്യാപ്പാണ്.
നമ്മളൊരു പുതിയൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ട് CFTയിൽ എപ്പോഴും ആൾക്കാർ വരും. പുതിയതൊന്നും പോകേണ്ട കാര്യമില്ല സത്യത്തിൽ. പഴയത് തന്നെയാണെങ്കിൽ കൂടി നമ്മുടെ രാജ്യത്ത് അതിനുള്ള പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് അവിടെയും ഒരു ഓൺടർപ്രീനർഷിപ്പ് സാധ്യത നമ്മളവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഫെസിലിറ്റി ആക്ച്വലി ടെക്നോളജി അവൈലബിൾ ആണ്, ഫെസിലിറ്റി അവൈലബിൾ ആണ്, റിസോഴ്സസ് ചെമ്മീൻ സോഴ്സ് എന്ന് പറയുന്നത് ധാരാളം കേരളത്തിൽ അവൈലബിൾ ആണ്. ഇത് ഫിഷിൽ നിന്നുണ്ടാക്കിയ കാൽഷ്യം ആണ്. നമ്മൾ സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന കാൽഷ്യം എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. പക്ഷേ നമ്മുടെ ബോഡിയിൽ വേണ്ടത് കാൽഷ്യം ഫോസ്ഫേറ്റ് ആണ്. അതായത് എല്ലിലും പല്ലിലും ഒക്കെ കാണുന്നത് കാൽഷ്യം ഫോസ്ഫേറ്റ് ഫോമിൽ. അപ്പോൾ ഫോസ്ഫറസ് ശരീരത്തിൽ ഫോസ്ഫേറ്റ് ഫോമിൽ കറക്റ്റായിട്ട് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കാൽഷ്യം എല്ലിലും പല്ലിലും ഒന്നും പോയിട്ട് അടിഞ്ഞുകൂടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ കറക്റ്റായിട്ട് കാൽഷ്യം ഫോസ്ഫേറ്റ് ഫോമിൽ തന്നെ നമ്മൾ എൻക്യാപ്സുലേറ്റ് ചെയ്തിട്ട് വെച്ചിട്ടുള്ളതാണ് ഈ ഫിഷ് കാൽഷ്യം. ഇത് നാച്ചുറൽ കാൽഷ്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞതിലൊക്കെ വരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് കൈറ്റിൻ കൈറ്റോസാൻ എന്ന് പറയുന്നത്. അതായത് ഷ്രിമ്പിൻ്റെ ഷെല്ലിൽ നിന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അതിൻ്റെ ജ്യൂസ് എല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കി പോകുന്നത് ഇത് ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടങ്ങിയത് നമ്മുടെ ഫിഷിൽ നിന്നൊക്കെയുള്ള ആദ്യമായിട്ട് തുടങ്ങുന്ന കൊളാജനൊപ്പം തുടങ്ങിയ ഒരു മെറ്റീരിയലാണ് ഈ കൈറ്റിൻ എന്ന് പറയുന്നത്. ഇത് ചെമ്മീൻ്റെ തോടിൽ നമ്മൾ ശുദ്ധീകരിച്ചിട്ട് ഉണ്ടാക്കുന്ന ഈ കൈറ്റിൻ ഇതിൽ നിന്ന് പൊടിച്ചെടുത്തതാണോ? ഇതിപ്പോൾ നമ്മൾ അധികം പൊടിച്ചിട്ടില്ല. അതായത് അതിനെ ക്ലീൻ ചെയ്ത് നമ്മൾ ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടേ ഉള്ളൂ. അത് ക്രഷ് ചെയ്ത് വരുമ്പോൾ ഉള്ള ഒരു പൊടിയുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് സാധാരണ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഇത് നല്ല ഫൈൻ പൗഡർ ഇതുപോലെ പൗഡർ ആയിട്ടായിരിക്കും ഇത് പോവുക. ഇതിപ്പോൾ ഉണക്കി ഇതിനൊരു ഡീമിനറലൈസേഷൻ സ്റ്റേജ്. അതെ അതിൻ്റെ ആ അസ്റ്റാസാന്തിൻ എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ബാക്കിയുള്ളതാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഈ കളറിൽ വരുന്നത്. ഇപ്പോൾ ഇത് കൈറ്റോസാനാണ്. അപ്പോൾ അസ്റ്റാസാന്തിനും സാധനങ്ങളെല്ലാം പോയി നമ്മൾക്ക് പ്യുവർ വൈറ്റ് ആയിട്ടുള്ള കൈറ്റോസാൻ. ഈ കൈറ്റിനേക്കാളും കൂടുതൽ ബയോമെഡിക്കൽ ഗ്രേഡായിട്ട് പോകുന്നത് കൈറ്റോസാനാണ്. കൈറ്റോസാൻ്റെ വൂണ്ട് ഹീലിംഗ് പാച്ചസ് ഒക്കെ സ്കാഫോൾഡ്സ് ഒക്കെ ഓൾറെഡി നമ്മുടെ മാർക്കറ്റിലുണ്ട്. കുറേയൊക്കെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്കിവിടെ ധാരാളമായിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സാധനമാണ് കൈറ്റോസാൻ. ഈ കൈറ്റോസാൻ ഇൻഡസ്ട്രി ഉണ്ട്, പക്ഷെ നമ്മളിത് യൂസ് ചെയ്യുന്നില്ല. കൂടുതൽ നമ്മൾ കൈറ്റോസാൻ ആയിട്ട് തന്നെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യണം. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് പാക്കേജിങ് മെറ്റീരിയൽ ഉണ്ടാക്കാം. കൈറ്റോസാൻ വെച്ചിട്ടുള്ള ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള പാക്കേജിങ് മെറ്റീരിയൽ പ്ലാസ്റ്റിക് പോലെ തന്നെ ഇരിക്കും. അതൊരു കവർ അടിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് പ്ലാസ്റ്റിക് പോലെ ഇരിക്കും. അപ്പം വളരെ യൂസ്ഫുള്ളായിട്ട് ഇതുപോലെ തന്നെ ഇരിക്കാവുന്ന അല്ലെങ്കിൽ അതുപോലത്തെ കപ്പുകൾ ഒക്കെ ആക്കിയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കൈറ്റോസാൻ. അഗ്രികൾച്ചറിലും എല്ലാം യൂസ് വരുന്ന ഒരു സാധനമാണ്. ഇതെന്ന് പറഞ്ഞാൽ വാട്ടർ സൊല്യൂബിൾ. ഇത് ആസിഡിലാണ് സൊല്യൂബിൾ. അസറ്റിക് ആസിഡിലാണ് സാധാരണ കൈറ്റോസാൻ സൊല്യൂബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് എല്ലായിടത്തും നമുക്ക് അസറ്റിക് ആസിഡിൽ സൊല്യൂബിളായിട്ട് നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വാട്ടർ സൊല്യൂബിൾ ആയിട്ടുള്ളത് ബയോമെഡിക്കൽ ഗ്രേഡിലേക്ക് കൂടുതൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് വെള്ളത്തിൽ ജസ്റ്റ് കലക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിന് സൊല്യൂബിളായിട്ട്. അപ്പം ഇതും ഞാൻ ഈ പറഞ്ഞതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എല്ലാ ടെക്നോളജീസും ആക്ച്വലി ഇതെല്ലാം കാണിച്ചിരിക്കുന്ന എല്ലാം CFTയുടെ പ്രൊഡക്റ്റാണ്. ഇപ്പം ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്ത് ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഈ കാർബോക്സിമീഥൈൽ കൈറ്റോസാൻ ഇത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊരെണ്ണം ഞാൻ പറയാൻ വിട്ടുപോയി. ഇത് സ്ക്വിഡിൻ്റെ ഇങ്കിൽ നിന്ന് എടുക്കുന്ന മെലാനിൻ എന്ന് പറയുന്നത്. ഒക്ടോപ്പസ് സ്ക്വിഡിൻ്റെ ഒക്കെ ഇങ്ക് കണ്ടിട്ടുണ്ടാകുമല്ലോ. അതെന്ന് വെച്ചാൽ കറുത്ത കളറിലുള്ള ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഇങ്ക്. അതിൻ്റെ ഡിഫൻസ് മെക്കാനിസത്തിനുള്ളതാണ്. പക്ഷേ ഈ ഇങ്കിൻ്റെ ഉള്ളിലുള്ള ഇതേ മെലാനിൻ തന്നെയാണ് നമ്മുടെ മുടിയിലും നമ്മുടെ സ്കിന്നിലൊക്കെ കാണുന്ന ഹ്യൂമൻ മെലാനിനും സെയിം. അപ്പോൾ നമ്മൾക്ക് നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ആർട്ടിഫിഷ്യൽ സ്കിൻ, ഈ സ്കിൻ ഉണ്ടാകുമ്പോൾ നമുക്ക് കറക്റ്റ് ഷെയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേ മെലാനിൻ ഇത് ഒരു വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള പിന്നെ UV സ്ക്രീനിങ് ഏജൻ്റാണ്. സോളാർ റേഡിയേഷനും അതുപോലെ തന്നെ ക്യാൻസർ തെറാപ്പിയിൽ സ്പില്ലേജ് റേഡിയേഷൻസ് വരും. നമ്മുടെ ബോഡിയിൽ റേഡിയേഷൻസ് അടിക്കുമ്പോൾ അതിന് സ്പിൽ ഔട്ട് വരും. അതെല്ലാം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ആ സ്പിൽ ഔട്ടായിട്ടുള്ള നിയർ ബൈ ആയിട്ടുള്ള കോശങ്ങളെല്ലാം അത് നശിപ്പിക്കും. അപ്പോൾ അതെല്ലാം ഒഴിവാക്കാനും ഒക്കെ നമുക്ക് ആപ്ലിക്കേഷൻ കണ്ടെത്താവുന്ന. അതുപോലെ ഇമേജിങ്, ബോഡിയിൽ ഇമേജിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന ഡൈ ആയിട്ട് നമുക്കിതിനെ യൂസ് ചെയ്യാം. ഇതെല്ലാം ആപ്ലിക്കേഷൻസ് കണ്ടെത്താവുന്ന ഒരു പ്രധാനപ്പെട്ട സാധനമാണ് മെലാനിൻ. ഇതിൻ്റെ എക്സ്ട്രാക്ഷൻ സ്ക്വിഡ് ഇങ്കിൽ നിന്ന് ഇതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം അതിൻ്റെ ടെക്നോളജിയും നമ്മുടെ ഇവിടെ ലഭ്യമാണ്. നമ്മളതെല്ലാം സ്റ്റാൻഡർഡൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഇപ്പോൾ ഉണ്ടാക്കിയ ഈ പ്രോഡക്റ്റ്സ് ഒക്കെ ഇല്ലേ, അത് നമ്മൾ പുറത്ത് സെല്ല് ചെയ്യുന്നുണ്ടോ? നമുക്ക് സെല്ലിംഗ് ഇല്ല, നമുക്ക് ടെക്നോളജിയാണ്. ഞങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കി വിൽക്കില്ല. ഇതൊരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടെക്നോളജി ഞങ്ങളിവിടെ ഡെവലപ്പ് ചെയ്യും. അതിൻ്റെ പൈലറ്റ് സ്കെയിൽ പ്രൊഡക്ഷൻ നമ്മൾ ഡിസൈൻ ചെയ്യും. അതിനുശേഷം ഇതിനെ സ്കെയിലപ്പ് ആയിട്ട് കമേഴ്ഷ്യൽ ലെവലിലേക്ക് നമുക്കിതിനെ സ്കെയിലപ്പ് ചെയ്യണം. കാരണം ലാബിൽ ഉണ്ടാക്കുന്ന ഒരു ഗ്രാമോ 2 ഗ്രാമോ അല്ലെങ്കിൽ ടെസ്റ്റ് ട്യൂബിലുള്ളതോ ആയിരിക്കില്ല, ഇൻഡസ്ട്രിയിൽ വരുമ്പോഴേക്കും അത് ടണ്ണിലേക്ക് കൺവേർട്ട് ആവും. അപ്പോൾ നമ്മൾക്ക് ഈ പ്രോസസ്സിനെ കംപ്ലീറ്റ് ആയിട്ടും ഒരു ഇൻഡസ്ട്രി ലെവലാക്കിയിട്ട് നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യണം. അതിൻ്റെ മെഷീനറിയുടെ സ്പെസിഫിക്കേഷൻസ് കൊടുക്കണം, ഓപ്പറേഷണൽ സ്പെസിഫിക്കേഷൻസ് കൊടുക്കണം. ഫുൾ പ്രോജക്റ്റ് ഒരു ബിസിനസ് പ്രോജക്റ്റായിട്ട്
നമ്മൾക്ക് കൊടുക്കണം. അപ്പോൾ അതെല്ലാം നമ്മൾ ആ ബിസിനസ് ഇൻക്യുബേഷൻ എന്ന് പറയുന്ന ആ ഒരു ആക്ടിവിറ്റിയിലൂടെ നമ്മൾ കിടത്തും. അതെല്ലാം നമുക്കിവിടെ സെല്ലിംഗ് ഇല്ല, ഓൺലി ടെക്നോളജി ഡെവലപ്മെൻറ്റ് ടെക്നോളജി. ഇതാണ് ഞങ്ങളുടെ സെഷൻ. ഞങ്ങളുടെ സെഷൻ എന്ന് പറഞ്ഞാൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവരുടെ സെഷൻ, ബൈ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ സെഷനാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടുള്ള മെഷീനറീസ് എന്ന് പറഞ്ഞാൽ വേസ്റ്റ് ഇപ്പം നമുക്ക് വരുന്നത് ഇപ്പോൾ മാർക്കറ്റിൽ എങ്ങനെയാണോ വേസ്റ്റ് ഉണ്ടാവുക അത് നമുക്ക് ഊഹിക്കാമല്ലോ. ആ ഒരു ബൾക്കായിട്ടുള്ള ഇപ്പോൾ ചെതുമ്പൽ എന്ന് നമ്മൾ പറഞ്ഞാലും ചെതുമ്പലിൻ്റെ രൂപത്തിലൊന്നും ആയിരിക്കില്ല, ചെതുമ്പൽ മാത്രമായിട്ടായിരിക്കില്ല. സ്കിന്നെന്ന് ഞാൻ പറയും, സ്കിൻ മാത്രം ഉണ്ടാവില്ല. ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോൺ മാത്രം, ഇതെല്ലാം കൂടെ മിക്സ്ഡപ്പ് ആക്കിയിട്ടുള്ള ഒരു വേസ്റ്റ് ആയിട്ടായിരിക്കും നമുക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നുണ്ടാവും. അപ്പം അത് ആദ്യം തന്നെ ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്ന് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഞങ്ങളുടെ ഇവിടെ ഉള്ളതെല്ലാം ഇതിൻ്റെ വലിയ ഇൻഡസ്ട്രിയൽ സ്കെയിൽഡ് അപ്പ് മോഡലിൻ്റെ ചെറിയ വേർഷൻസ് ആയിരിക്കും. അതായത് നമ്മളിവിടെ പൈലറ്റ് സ്കെയിലിൽ നിങ്ങൾക്ക് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് സാമ്പിൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടാവും. ആ ഒരു രീതിയിലുള്ള മെഷീനറീസാണ് ഇവിടെ ഉള്ളത് മുഴുവൻ. അപ്പോൾ ഇത് ഒരു വാഷിംഗ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് നമ്മുടെ ഈ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു മെഷീനറീന് വാഷിംഗ്. അതിന് ഇതുപോലെയുള്ള സ്റ്റിറർ വെക്കണം. അതായത് ഇതെല്ലാം കൂടെ ഒരു അറിയാലോ ഒരു കട്ട പിടിച്ച് കിടക്കുന്ന സാധനമായിരിക്കും, അത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റിയാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും പോകുന്നത് ഇവിടെ ഒരു സെൻട്രിഫ്യൂജ് ഉണ്ട്. ഈ ഒരു സെൻട്രിഫ്യൂജ് ഇത് നേരെ ഡയറക്റ്റ്ലി ഇതിലേക്കല്ല വരുന്നത്. ഇവിടെ ഒരു സെൻട്രിഫ്യൂജ് ഞങ്ങൾക്ക് മെയിനായിട്ട് ഒരു ട്യൂബുലർ സെൻട്രിഫ്യൂജ് ഉണ്ട്. ഇത് നമ്മൾ ഫൈനലായിട്ടുള്ള പ്രോഡക്റ്റ് വന്നു കഴിയുമ്പോൾ അത് സെൻട്രിഫ്യൂജ് ചെയ്ത് നമുക്ക് ലിക്വിഡ് മാത്രം, ഇപ്പോൾ കൊളാജനൊക്കെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ ലിക്വിഡ് മാത്രം വേണം. ആ ലിക്വിഡ് മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു മെഷീനാണ് ഈ സെൻട്രിഫ്യൂജ് വരുന്നത്. ഇത് നമുക്ക് വേസ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം അരച്ചെടുക്കാൻ, ഇപ്പം ഞങ്ങൾ ഇത് പല ഫിഷ് മാർക്കറ്റുകളിലും പോയി ചിലപ്പോൾ ഞങ്ങൾ ചെയ്യേണ്ടി വരും. എല്ലാവരും ഇവിടേക്ക് കൊണ്ടുവരല്ലോ. ആദ്യം അവർക്കൊരു അവെയർനെസ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ ചെയ്യാറുള്ളത് എൻ്റെയർ യൂണിറ്റിൻ്റെ ചെറിയ ഇതുപോലെയുള്ള ചെറിയ യൂണിറ്റുകളുണ്ടാവും. ഈ യൂണിറ്റുകളായിട്ട് ഞങ്ങൾ മാർക്കറ്റിൽ പോകും, ഫിഷ് മാർക്കറ്റുകളിൽ പോകും. ഓൾമോസ്റ്റ് ഇന്ത്യ ഒരുവിധം ഞങ്ങൾ ലക്ഷദ്വീപിലൊക്കെ പോയി ഇതുപോലെയുള്ള ചെറിയ ഡെമോ കാണിച്ചു കൊടുത്തു. ആദ്യം തൊട്ടിട്ട് അവസാനം വരെ ഇതിനെ എങ്ങനെ നിങ്ങൾക്കിത് ചെയ്യാം. അപ്പോൾ ഫൈനലി നമുക്ക് ആ ഒരു പ്രോഡക്റ്റ് കാണുമ്പോഴായിരിക്കും ഇവർക്ക് ഈ ഒരു ഐഡിയ വരുന്നത്. ഇതെങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ മെഷീനറീസ് ഇതിനകത്ത് വരും, ആ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ യൂണിറ്റാണ്. നമുക്ക് ചിലപ്പോൾ ഈ സ്കെയിലാണെങ്കിലും ബോണ സ്കിൻ ഇതെല്ലാം നമുക്ക് അരച്ച് പൾപ്പ് പോലെ ആക്കേണ്ട ഒരു സ്റ്റേജ് വരും. അപ്പോൾ അതിൻ്റെ ഒരു യൂണിറ്റ് നമ്മൾ ഇതുപോലെ അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ ഇതെല്ലാം നമ്മൾ ഇതൊക്കെ ഞങ്ങളുടെ തന്നെ ഡിസൈനാണ്. അപ്പോൾ ആ ഡിസൈൻ അനുസരിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു മെഷീനാണ്. മാം, പെട്ടെന്ന് ഈ ആളുകൾ ഇതെങ്ങനെ എടുക്കുന്നത്, അവരെ കൺവിൻസ് ചെയ്യലാണല്ലോ ഏറ്റവും വലിയ പാട്. അപ്പം അവർ ഫസ്റ്റ് ഇങ്ങനെ ചെന്ന് പറയുമ്പോൾ അവരുടെ റിയാക്ഷൻ എന്തായിരിക്കും? ആദ്യമൊന്നും തീരെ വെൽക്കമിങ് അല്ല. കാരണം വേസ്റ്റിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള, കാരണം നമ്മളെല്ലാം മനസ്സിലാലോചിക്കുന്ന മാർക്കറ്റിൽ കിടക്കുന്ന വേസ്റ്റാണ്, അതിൻ്റെ അവസ്ഥ നമുക്കറിയാം. അപ്പോൾ ആ ഒരു വേസ്റ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾക്കും പറയാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു വേസ്റ്റിനെ നമുക്ക് ബയോമെഡിക്കൽ ഗ്രേഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബയോമെഡിക്കൽ ഗ്രേഡിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യമേ അത് വേസ്റ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ പറയണത് ഇവരോട് ആദ്യം തന്നെ നമ്മൾ പറയണത് നമ്മൾ മാർക്കറ്റിൽ കാണുന്ന ഇപ്പോഴത്തെ വേസ്റ്റിനെ വെച്ചിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ആ വേസ്റ്റ് ചിലപ്പോൾ നമുക്ക് വളമായിട്ടോ ഒക്കെ ആയിട്ട് നമുക്ക് വളം, അതുപോലെ ഫിഷ് ഫീഡിലേക്കൊക്കെ കൊണ്ടുപോകാം, അങ്ങനെ ആനിമൽ ഫീഡിലേക്കൊക്കെ കൊണ്ടുപോകാം. അതിനപ്പുറത്തേക്ക് ഒരു ന്യൂട്രാസ്യൂട്ടിക്കൽ ഹ്യൂമൻ പർപ്പസിനോ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബയോമെഡിക്കൽ ഇതുപോലെ ഇപ്പം ഞാൻ പറഞ്ഞ പോലത്തെ ഗ്രാഫ്റ്റ് ഗ്രേഡിലേക്കോ ആക്കി എടുക്കാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതിന് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേസ്റ്റ് വരുമ്പോൾ എന്താണെങ്കിലും ഒരു സിംഗിൾ മീനിൻ്റെ മുകളിലല്ലേ ഇതെല്ലാം, ചെതുമ്പലാണെങ്കിലും അതിൻ്റെ സ്കിന്നാണെങ്കിലും ബോണാണെങ്കിലും ആദ്യം ഇരുന്നത് ഒരു സിംഗിൾ മീനിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പം നമ്മൾ ആദ്യം സ്കെയിൽ മാറ്റി നിങ്ങളൊരു സെപ്പറേറ്റ് ട്രേയിലേക്ക് ഇടുക. സ്കിന്ന് മാറ്റുമ്പോൾ നിങ്ങൾ സ്കിന്ന് മാറ്റി സെപ്പറേറ്റ് ട്രേയിലേക്ക് ഇടുക. അതുപോലെ ബോണാവുമ്പോൾ അതങ്ങനെ മാറ്റുക. പിന്നെ വിസറ എന്ന് പറഞ്ഞാൽ ഉള്ളിലുള്ള ഇൻറ്റസ്റ്റൈൻ ഭാഗങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള, അതിൻ്റെ ഉള്ളിലാണ് നിറച്ച് ബാക്ടീരിയയും നമ്മളെ പെട്ടെന്ന് കേടുവരാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ സ്മെല്ല് വരുന്ന സാധനങ്ങളൊക്കെ ആ വിസറയുടെ ഉള്ളിലാണ്. അപ്പം അത് നിങ്ങൾ സെപ്പറേറ്റ് മാറ്റിയിടുക. ഇത് ഓരോന്നിനും ഓരോ ആപ്ലിക്കേഷനാണ്. ഞാൻ ചെതുമ്പലിന് വേണ്ടത് ഇങ്ങനെ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതിന് 1 ഗ്രാമിന് 1,00,000 രൂപ വരെ, 1 ഗ്രാമിന് 1000 രൂപയും 1 കിലോഗ്രാമിന് 10 ലക്ഷം രൂപയും അതുവരെയുള്ള മെറ്റീരിയലായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ സാധാരണ മാർക്കറ്റിൽ പോയിട്ട് സാധനം വാങ്ങിക്കുമ്പോൾ 1 കിലോ മീൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിൽ 500 രൂപ നമ്മൾ 300 രൂപ കൊടുക്കുന്നതായിരിക്കുക. മത്തി അല്ലെ ചാള ആണ് നമ്മൾ വാങ്ങിക്കുന്നത്. മിനിമം ഒരു 300 രൂപയൊക്കെ ഇപ്പോൾ കൊടുക്കണം. ഈ 300 രൂപയിൽ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ഒരു 150 രൂപയുടെ സാധനമേ ഉള്ളൂ. ആ ഒരു സാധനം നമുക്ക് ഷ്രിമ്പിൻ്റെ ഷെല്ലിൽ ധാരാളമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പിങ്ക് കളർ. അത് ആ ഒരു പിഗ്മെന്റ് ഉള്ളത്, സ്മെല്ലാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉപേക്ഷിച്ച് കളയുന്ന സാധനമാണ്
ഏറ്റവും അതിൻ്റെ ഷെല്ലിൻ്റെ തോടിൽ നിന്ന് കൈറ്റോസാൻ അത് ഞാൻ കൂടുതലും ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിത് എടുത്തു കഴിയുമ്പോൾ അതിൽ കുറേ പ്രോട്ടീനുണ്ട്. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇനി അങ്ങോട്ടേക്ക് നമ്മൾ അരി ചോറ് എന്നൊന്നും പറഞ്ഞിട്ടായിരിക്കില്ല, ഇത്ര ഗ്രാം പ്രോട്ടീൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ ഇനി കടയിൽ പോയിട്ട് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ അത്രയും പ്രോട്ടീൻ സമ്പുഷ്ടമായിട്ടുള്ള ഒരു സാധനമാണ് ഈ ഷ്രിമ്പിൻ്റെ ഷെല്ല്. അതുകൊണ്ടാണ് അതിൽ ഇത്രയും അധികം ബാക്ടീരിയ കയറുന്നതും സാധനമാണ്. അത് അതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റ് കൊണ്ടാണ് ഇതിന് ഇത്രയും അധികം അത് പെട്ടെന്ന് കേടുവരികയും അതിൻ്റെ സ്മെല്ല് വരികയും ചെയ്യുന്നത്. അപ്പോൾ ആ സാധനം എല്ലാം നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞങ്ങളുടെ ഒരു പ്രോസസ്സിലേ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ ആ കരോട്ടിനോ പ്രോട്ടീനായിട്ട് ഞങ്ങൾ അതങ്ങ് എക്സ്ട്രാക്ട് ചെയ്തെടുത്ത് ബാക്കി വരുന്ന ഷെല്ലാണ് ഞങ്ങൾ കൈറ്റിൻ അല്ലെങ്കിൽ കൈറ്റോസാനൊക്കെ ആയിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മെഷീനറിയാണ്. ഇനി അല്ലെങ്കിൽ ഒരു മോണിറ്ററി ബെനിഫിറ്റ്, ഒരു ഡിമാൻഡ് ഫാക്ടർ തുടക്കം തന്നെ നമ്മൾ വാല്യൂ ചെയിനിൻ്റെ തുടക്കം തന്നെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റുകളിലും ഇതുപോലെ വൃത്തിയാക്കി ഓരോരോ ഭാഗങ്ങളായിട്ട് അവർ സെപ്പറേറ്റ്, അവിടെ തന്നെ നമ്മുടെ മാലിന്യം, അതായത് സംസ്കരണത്തിൻ്റെ അല്ലെങ്കിൽ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ ചാലഞ്ച് അവിടെ സോൾവ് ആകും. നമ്മുടെ മാർക്കറ്റുകളൊക്കെ വളരെ ക്ലീൻ ആകും. കാരണം ബൾക്ക് ആയിട്ട് ഇട്ട് കഴിയുമ്പോൾ അവന് വേണ്ടാത്തത് വേസ്റ്റ് എന്ന് കൺസിഡർ ചെയ്ത് അവൻ നിലത്ത് അല്ലെങ്കിൽ സൈഡിൽ അല്ലെങ്കിൽ മാർക്കറ്റിലൊക്കെ സൈഡിൽ കൂനായിട്ടിടും. ഇപ്പോൾ വേണ്ട ഒരു സാധനമായിട്ട് മാറുകയാണ്. പറഞ്ഞു വരുമ്പോൾ നമ്മൾ കഴിക്കുന്ന ആ ഫിഷിൻ്റെ മാംസത്തിനേക്കാളും വില അവന് കിട്ടുന്നത് ഈ വേസ്റ്റ് വിൽക്കുന്നതിലൂടെ ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ അവൻ തീർച്ചയായിട്ടും ഈ സാധനം വളരെ കെയർഫുള്ളായിട്ട് ഐസിട്ട് നല്ല ട്രേകളിലൊക്കെ വെച്ച് അടച്ച് അവനത് സൂക്ഷിക്കും. അപ്പം തന്നെ മാർക്കറ്റിൽ വേസ്റ്റ് ഇല്ലാതെയാവും. അപ്പം ഞാൻ ഈ ആ ഏരിയയിലേക്ക് വരാൻ തന്നെ കാരണം ഇതാണ്. കാരണം വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നടന്നു, പക്ഷേ അത് കൃത്യമായ രീതിയിൽ അത് ഇംപ്ലിമെൻ്റ് ആവുന്നില്ല. കാരണം ആ ഒരു ഡിമാൻഡ് ഫാക്ടർ അവിടെ ജനറേറ്റ് ചെയ്യുന്നില്ല. അപ്പം വേസ്റ്റ് മാനേജ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത് വാല്യൂ അഡീഷനാണ്. ഈ വേസ്റ്റിന് വാല്യൂ ആഡ് ചെയ്യുക. അതിനുള്ള ഏറ്റവും മെത്തേഡ്, നമ്മളിതൊരു പിരമിഡൽ ഷേപ്പിലാണ് ഈ വാല്യൂ പോകുന്നത്. ഏറ്റവും മുകളിൽ ഏറ്റവും പ്രൈസ് ഫാക്ടർ നമുക്ക് കിട്ടുന്നത് ഫാർമസ്യൂട്ടിക്കലാണ്. അത് കഴിഞ്ഞ് വരുമ്പോൾ ഇപ്പോഴത്തെ അനുസരിച്ചിട്ട് കോസ്മെറ്റിക്കാണ്. ഈ കോസ്മെറ്റിക്സിലും ഇതെല്ലാം മെറൈൻ കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമാൻഡ് കൂടുതലാണ്. മെറീൻ കൊളാജന് ഡിമാൻഡ് കൂടുതലാണ്. അപ്പം ഈ കോസ്മെറ്റിക് ഇതിലേക്ക് പോകുന്ന ധാരാളം ഇൻഗ്രീഡിയൻസ് നമ്മൾ ഈ കളയുന്ന വേസ്റ്റ് പറയുമ്പോൾ മീനിൻ്റെ ഇങ്ങനെ എടുത്ത് മുഖത്ത് പെട്ടെന്നായിരിക്കും, പക്ഷെ അല്ല. നമ്മളിപ്പോൾ കൊളാജൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള കുറേ ക്രീമുകൾ കണ്ടിട്ടില്ല, കുറേ ഉണ്ട്. ഹൈലൂറോണിക് ആസിഡ് ക്യാപ്സ്യൂൾസ് ഉണ്ട്. കൊളാജൻ പെപ്റ്റൈഡ് എന്ന് പറയുന്ന ആൾക്കാർ കഴിക്കുന്നുണ്ട്. കോസ്മെറ്റിക് ഗ്രേഡ് ആയിട്ടുള്ള ബ്യൂട്ടി എൻഹാൻസിങ് ആയിട്ടുള്ള കുറേ കൊളാജൻ പെപ്റ്റൈഡിൻ്റെ തന്നെ പക്ഷേ ഇന്ത്യയിൽ എത്ര പേരുണ്ട്? അതിൽ നിന്ന് ഏറ്റവും, അതുപോലെ എയർ ബ്ലാഡർ, ഫിഷിൻ്റെ ഉള്ളിലുള്ള ഒരു സ്വിം ബ്ലാഡർ എന്നൊക്കെ പറയും, അത് ഫുൾ കൊളാജനാണ്. അത് എയർ ബ്ലാഡർ, നല്ല എയർ ബ്ലാഡർ ഉള്ളതിന് 1 ലക്ഷം വരെയൊക്കെയാണ് ആ മീനിന് വില പറഞ്ഞു പോകുന്നത്. മീൻ എടുക്കാനല്ല, അതിൻ്റെ എയർ ബ്ലാഡർ എടുക്കാൻ വേണ്ടിയിട്ട്, അത് വൈൻ ക്ലാരിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനം. അപ്പം ഇതിൻ്റെ ഉള്ളിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ പറയുക, നമ്മളതൊന്ന് വേർതിരിച്ചെടുക്കാനുള്ള ഒരു ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ആ ടെക്നോളജി ഉണ്ട് CFTക്ക്. അതുണ്ട്. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്ന ഒരാൾക്ക് ഈ ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ അതിന് സ്വിഫ്റ്റ് എന്ത് ഹെൽപ്പ് അവർക്ക് കൊടുക്കും? CFTയിലേക്ക് വരിക, ഇവിടെ രജിസ്റ്റർ ചെയ്യുക. നമുക്കൊരു ഒഫീഷ്യൽ ഫോർമാലിറ്റി ഉണ്ട്. നമുക്കൊരു റിക്വസ്റ്റ് അയക്കുക. റിക്വസ്റ്റ് അയച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ രജിസ്റ്റർ ചെയ്യാൻ പറയും. അവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ടെക്നോളജിയുടെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം നമ്മൾക്ക് ഒരു MOU സൈൻ ചെയ്യും. നമ്മൾ ആ പാർട്ടിയുമായിട്ട് നമ്മളിങ്ങനെ MOU സൈൻ ചെയ്യും. MOU സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിങ്ങായി, ടെക്നോളജി പഠിപ്പിക്കലായി, അവർ പൈലറ്റ് സ്കെയിൽ പ്രൊഡക്ഷൻ നടത്തലായി, പിന്നെ പ്രോജക്റ്റ് സ്കെയിലിംഗ് അപ്പായി, ടെസ്റ്റ് മാർക്കറ്റിംഗ് ആയി. അത് ടെസ്റ്റ് മാർക്കറ്റിങ്ങിൻ്റെ റിസൾട്ട് തിരിച്ചു കൊണ്ടുവന്ന് സപ്പോസ് എന്തെങ്കിലും റിഫൈൻമെൻറ്റ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ റിഫൈൻമെൻറ്റും കൂടെ നടത്തി ഫൈനൽ പ്രൊഡക്റ്റ് ആക്കിയിട്ട് അവരെ മാർക്കറ്റിലേക്ക് എത്തിക്കുക. ഇതിനെല്ലാമുള്ള മെക്കാനിസം ആക്ച്വലി തുടക്കം തൊട്ടിട്ട് അവസാനം വരെയുള്ളതുണ്ട്. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇന്ത്യയിലേക്ക് ഇത് പ്രോപ്പറായിട്ട് എത്തിയിട്ടില്ലല്ലോ. ഇപ്പോൾ നോർവേ ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഇതിന് വളരെ നല്ല രീതിയിൽ ടെക്നോളജി യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ശരിക്കും ഇന്ത്യയിലല്ലേ ഇത് യൂസ് ചെയ്ത് തുടങ്ങണത്. ആകുമ്പം ഇപ്പം നമ്മുടെ മാർക്കറ്റ്സ് ആണെങ്കിലും വീട്ടിൽ വേസ്റ്റൊക്കെ ആണെങ്കിലും ഒരു പ്രോപ്പർ ഇപ്പം നമുക്ക് ഇല്ലാത്തത് അത് തന്നെയാണ്. അപ്പം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതെ,
നോർവേ, ജർമ്മനി അല്ലെങ്കിൽ ജപ്പാൻ ഒരു പ്രധാനപ്പെട്ടതാണ്. ഇവരെല്ലാം വേസ്റ്റ് മാനേജ്മെൻറ്റ് വളരെ ദൂരം, നമ്മളെക്കാളും വളരെയധികം ദൂരം മുന്നോട്ട് പോയി. അവർ എനർജി കോൺസെൻട്രേറ്റ്, അതായത് ഫ്യൂവൽ ഉണ്ടാക്കാനും ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും ഒക്കെ വരെ ഈ വേസ്റ്റിൽ നിന്നാണ് അവർ നോക്കുന്നത്. അവരുടെ സിസ്റ്റം വളരെ ആ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന ഒരു പ്രോസസ്സാണ്. നമ്മുടെ ഇന്ത്യയിൽ കുറച്ച് ലാഗിങ് ബിഹൈൻഡ് എന്ന് പറയുന്നത്, നമ്മൾക്ക് വേസ്റ്റ് എങ്ങനെ മാനേജ് ചെയ്യും, വേസ്റ്റ് ഡിസ്പോസൽ ജനറൽ ആയിട്ടുള്ള കുറച്ച് പ്രോട്ടോക്കോൾ ഉണ്ട്. ഡിസ്പോസ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ആര് കൊണ്ടുപോകുന്നു, അതെങ്ങനെ യൂസ് ചെയ്യുന്നു, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ്, കുറച്ച് റെഗുലേഷൻ, ആ സംഭവങ്ങൾ നമുക്കിവിടെ വലിയൊരു ഗ്യാപ്പ് തന്നെയാണുള്ളത്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത്. തായ്വാൻ, ഇവരൊക്കെ സത്യത്തിൽ കൊളാജനൊക്കെ വളരെ, തായ്വാൻ, വിയറ്റ്നാം, ഇവരൊക്കെ കൊളാജൻ വളരെ വൻതോതിൽ ഉണ്ടാക്കുന്നതാണ്. പറയുമ്പോൾ ആ മെറ്റീരിയലിൻ്റെ എല്ലാം ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻ ഉള്ളത്, അതായത് ഫിഷ് പ്രൊഡക്ഷൻ ഉള്ളത്, ഫിഷ് ക്യാപ്ചർ ആണെങ്കിലും അക്വാകൾച്ചർ ആണെങ്കിലും പ്രൊഡക്ഷനിൽ നമ്മളാണ് മുന്നിൽ. ഇവരെക്കാളും എല്ലാം നമ്മൾ മുന്നിലാണ്. ഈ മെറ്റീരിയലെല്ലാം പക്ഷെ നമ്മൾ ഉപയോഗിക്കാതെ അത് വേസ്റ്റായിട്ട് കളയണമെന്നുള്ളൂ. അപ്പം ഇതിലേറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം ആ വാല്യൂ ചെയിൻ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റേഷൻ എന്നുള്ളതാണ്. ടെക്നോളജിക്കൽ ഫെസിലിറ്റേഷൻ നമ്മളെ പോലുള്ള R&D ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ചെയ്യും. പക്ഷേ അതിനെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യണം, ലീഗൽ ഫ്രെയിംവർക്ക് വേണം, എങ്ങനെ ഇതിന് ഓരോന്നിനും, അതേപോലെ സ്റ്റാൻഡേർഡ്സ് വേണം, മോണിറ്ററിങ്. ഇപ്പോൾ FSSAയുടെ കീഴിലാണ് ഇതെല്ലാം വരുന്നത്. ബയോമെഡിക്കൽ ആണെങ്കിലും കോസ്മെറ്റിക് എല്ലാം വരുന്നത്. കോസ്മെറ്റിക് അല്ല, ഫുഡ് റിലേറ്റഡ്. ഇത് ഫുഡായിട്ടേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇതിനൊരു സപ്ലിമെൻ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു അപ്ലയൻസസ് ഒന്നും ആയിട്ട് വരുന്നത് ഇതെല്ലാം ഇപ്പം FSSAയുടെ കീഴിൽ മാത്രമേ നമുക്ക് റെഗുലേഷൻസ് ഉള്ളൂ. പിന്നെ വരുന്നത് ബയോമെഡിക്കലിൽ പോകുമ്പോൾ CDSCO റെഗുലേഷൻസ് ആണ്. പക്ഷേ അത് വരുമ്പോഴും നമുക്ക് റോ മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങും ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ സ്ട്രീം ലൈൻഡ് അല്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർ വളരെയധികം ഇതിലേക്ക് വരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് വേണ്ടത് ബെഞ്ച്മാർക്ക് ഓൺട്രപ്രീനേഴ്സിനെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിന് വേണ്ടിയുള്ള സബ്സിഡി സ്കീംസോ ഫൈനാൻഷ്യൽ സ്കീംസോ, അതായത് ബെഞ്ച്മാർക്ക് ഓൺട്രപ്രീനേഴ്സ് എന്ന് പറയുമ്പോൾ സക്സസ്ഫുൾ പ്രാക്ടീസ് ആക്കിയിട്ട് കുറച്ച് പേരെ കാണിക്കുക എന്നുള്ളതാണ്. ഇവരിങ്ങനെ ചെയ്തു, ഇത്രയും അധികം വരുന്നുണ്ട്. അങ്ങനെ കഴിയുന്നതും സ്റ്റാർട്ടപ്സിനെ അങ്ങനെ ഒരു 4-5 സ്റ്റാർട്ടപ്സിനെ മുന്നോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവരൊരു എക്സാമ്പിൾ, ഒരു സക്സസ്ഫുൾ ഓൺട്രപ്രീനറിൻ്റെ എക്സാമ്പിളായിട്ട് മുന്നിൽ നിൽക്കും. അത് വെച്ച് നമ്മൾക്ക് പിന്നെയും ഒരു എന്താ പറയുക, ഓൺട്രപ്രീനർഷിപ്പ് മോഡൽ നമുക്ക് കൂടുതലായിട്ട് കൊണ്ടുവരാവുന്നതേ ഉള്ളൂ. അപ്പം കൂടുതലും സബ്സിഡി ആൻഡ് ലീഗൽ സപ്പോർട്ടാണ് ഇവിടെ വേണം. പോളിസി സപ്പോർട്ടാണ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് കൂടുതൽ അത് വേണം. വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു പ്രയോറിറ്റി ആയിട്ട് നമ്മൾ പണ്ട് തൊട്ടേ നമ്മൾ പ്രൊഡക്ഷനാണ് പ്രയോറിറ്റി, ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രയോറിറ്റി. പക്ഷേ വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതും നമ്മുടെ ഒരു പ്രയോറിറ്റി ആക്കിയിട്ട് നമ്മൾ കാണണം. അപ്പം നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ വെറും വേസ്റ്റ് ആണെന്ന് വിചാരിച്ചിരുന്ന പല സാധനങ്ങളാണ് ഇവിടെ കോടികൾ മൂല്യമുള്ള പ്രൊഡക്ട്സ് ആയിട്ട് ഇരിക്കുന്നത്. അപ്പം ഇത് കൂടുതൽ നന്നായിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാടും നന്നാകും, പുതിയ ബിസിനസ്സും പുതിയ ജോലി അവസരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നതിന് ഡോക്ടർ നന്ദി.